ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിനെക്കുറിച്ചല്ല അത്. ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുണ്ടാടനച്ചനും മട്ടോലിയും അത് പറഞ്ഞു കഴിഞ്ഞു. യേശു ഞങ്ങൾക്ക് ഒരു നാമമല്ല, ഒരു സ്വഭാവമാണ്. ജ്ഞാനിയാണെങ്കിൽ നിങ്ങൾ പുറത്തു നിൽക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ജ്ഞാനികൾ പുറത്തു നിൽക്കുന്നത്. ഈ മെത്രാസന മന്ദിരം, കൊട്ടാരം പോലുള്ള ഈ മെത്രാസന മന്ദിരം ഇടിഞ്ഞു വീഴാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഈ പറഞ്ഞ വാക്കുകളൊന്നും എൻ്റെ അല്ല കേട്ടോ. നിൽപ്പ് സമരത്തിൻ്റെ വേദിയിലെ ഒരച്ഛൻ പറഞ്ഞ പ്രസംഗത്തിലെ ചില വാക്കുകളാണ്. ഞാൻ അച്ഛൻ്റെ പ്രസംഗം പറയാം, എന്നിട്ട് അതിൻ്റെ നിരീക്ഷണം പറയാം. എന്തിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നതെന്ന് ഏറ്റവും അവസാനത്തിൽ സൂചിപ്പിക്കാം. നിൽപ്പ് സമരത്തിൽ വേദിയിൽ വന്ന പലരും പ്രസംഗിച്ചിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അതിമെത്രാസന മന്ദിരത്തിൻ്റെ മുമ്പിൽ നിൽപ്പ് സമരം ക്രിസ്മസ് നാളിൽ. അപ്പോൾ പലരും പ്രസംഗിച്ചു. അതിലൊരച്ഛൻ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്. ജോർജ് ഓർവെലിൻ്റെ ഒരു നോവലിൻ്റെ പേരാണ് 1984. അധികാരത്തിൻ്റെ പ്രതിപുരുഷനായ ഒബ്രിയൻ എന്ന കഥാപാത്രം ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ജനങ്ങളുടെ നന്മയിൽ താല്പര്യമില്ല. ഞങ്ങൾക്ക് താല്പര്യം അധികാരത്തിൽ മാത്രം. അധികാരം, ശുദ്ധമായ അധികാരം. ഈ കൂരിയായിൽ, അതായത് ഈ നിൽപ്പ് സമരം കൂരിയയുടെ ഗേറ്റിന് പുറത്താണ്. അപ്പോൾ പുറകിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഈ കൂരിയായിലുള്ള വൈദികർ അധികാരത്തിൻ്റെ പുരോഹിതന്മാരാണ്. ദൈവമാണ് ഞങ്ങളുടെ അധികാരം എന്ന് പറയുന്നവർ. ജോർജ് ഓർവെലിൻ്റെ നോവൽ കറക്റ്റാണ്. 1984 എന്നാണ് അത് പ്രസിദ്ധം ചെയ്തപ്പോൾ പേര്. അദ്ദേഹം 1948 അത് എഴുതിയത്. 1948. ആ 48 മറിച്ചിട്ടാൽ 84. അങ്ങനെയാണ് അത്. പ്രസാധകൻ തിരഞ്ഞെടുത്ത പേരാണ് ഈ 1984. ജോർജ് ഓർവെൽ നിർദ്ദേശിച്ച പേര് യൂറോപ്പിലെ അവസാനത്തെ മനുഷ്യൻ എന്നാണ്. യൂറോപ്പിലെ അവസാനത്തെ മനുഷ്യൻ. ജർമ്മനിയിലെ ഹിറ്റ്ലറിൻ്റെ നാസി സ്വേച്ഛാധിപത്യത്തിനെതിരെയും പിന്നെ റഷ്യയിലെ സ്റ്റാലിൻ്റെ ഏകഛത്രാധിപത്യത്തിനെതിരെയും മുനവെച്ച് സംസാരിക്കുന്ന ഒരു നോവൽ, ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യം. അതാണ് ഈ നോവൽ. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ആദ്യം നിർദ്ദേശിച്ച പേര് യൂറോപ്പിൽ അവസാനത്തെ മനുഷ്യൻ എന്നാണ്. 1984 വേണോ അതോ യൂറോപ്പിൽ അവസാനത്തെ മനുഷ്യൻ വേണോ? ഇതായിരുന്നു ചോയ്സ് പ്രസാധകൻ്റെ മുമ്പിൽ. പ്രസാധകൻ 1984 തിരഞ്ഞെടുത്തു. അദ്ദേഹം പറഞ്ഞത് വിപണനം ചെയ്യാൻ, മാർക്കറ്റ് ചെയ്യാൻ നല്ലത് ആ വാക്കാണ്. ഇന്ന് പക്ഷേ ജോർജ് ഓർവെൽ ആഗ്രഹിച്ച പേരെന്തായിരുന്നു? യൂറോപ്പിലെ അവസാനത്തെ മനുഷ്യൻ. ഞാനത് ഈ വിമതരോട് പറയാൻ ആഗ്രഹിക്കുന്നു. എറണാകുളത്തെ അവസാനത്തെ വിമതൻ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരിലെ അവസാനത്തെ വിമതനെയും പുറത്താക്കിയിട്ടോ മാനസാന്തരപ്പെടുത്തിയിട്ടോ സഭ അടങ്ങുള്ളൂ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരിൽ ഏറ്റവും അവസാനത്തെ ആളെപ്പോലും ഒന്നുകിൽ പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് സഭയ്ക്കുള്ളിൽ ജീവിക്കും. ഇതേതെങ്കിലും ഒന്നും ചെയ്യാതെ സഭ പിന്തിരിയില്ല. ഈ വൈദികൻ ജോർജ് ഓർവെലിൻ്റെ കഥ ഇല്ലേ, അത് പറഞ്ഞിട്ട് അതില്ല ഒബ്രിയാൻ്റെ പ്രസ്താവന പറഞ്ഞിട്ട് ഈ കൂരിയായിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരിയായിലെ അംഗങ്ങളാണ് ഈ അംഗങ്ങളെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് വീണ്ടും കേൾക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഞാൻ പറയാണ്. എനിക്ക് മുമ്പ് പ്രസംഗിച്ച മുണ്ടാടനച്ഛനും മട്ടോളി അച്ഛനും പറഞ്ഞതുപോലെ അവർക്ക്, കൂരിയായിലെ അംഗങ്ങൾക്ക് അധികാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അവരുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ഈ നിൽപ്പ് സമരം. സഭയിൽ അധികാരം നിർവചിച്ചിരിക്കുന്നത് യേശുവാണ്. ആ യേശുവിൻ്റെ സഭയിൽ അധികാര ദുർവിനിയോഗം നടത്തിയാൽ പ്രതികരിക്കേണ്ടത് യേശുവിൻ്റെ സ്വഭാവമുള്ളവരുടെ പ്രത്യേകതയാണ്. യേശു എന്നതൊരു നാമമല്ല ഞങ്ങൾക്ക്, യേശു എന്നതൊരു സ്വഭാവമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ വലിയ വായിൽ വർത്തമാനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന 2 സംഭവങ്ങൾ പെട്ടെന്ന് ഈ അടുത്ത കാലത്തുള്ള സംഗതികൾ തന്നെ പറയാം. ഈ ദിവസങ്ങളിലുണ്ടായ സംഗതികൾ. ഇന്നലെ ഇരട്ടക്കൊലപാതകത്തെക്കുറിച്ചുള്ള കോടതി വിധി വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മിക്ക പ്രമുഖ നേതാക്കളും പ്രസ്താവനകൾ ഇറക്കി. ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരല്ല. അക്രമ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നവരാരാണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ അക്രമ രാഷ്ട്രീയം ചെയ്യുന്നവരല്ല, കമ്മ്യൂണിസ്റ്റുകാരെ പറയണേ.
കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് ഈ പാർട്ടിയിൽ നിന്നുള്ളവരാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? ഞങ്ങൾ അക്രമരാഷ്ട്രത്തിൻ്റെ ആളുകളല്ല. ഇതിങ്ങനെ പല ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്രമരാഷ്ട്രത്തിൻ്റെ ആളുകളാണ് അവർ, അക്രമരാഷ്ട്രത്തിൻ്റെ പാർട്ടിയാണ് അത് എന്ന് തെളിയിക്കുന്ന കോടതി വിധി വരുന്നു. പിന്നെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം അത് ആ ഞങ്ങൾ അക്രമത്തിൻ്റെ ആളുകളല്ല എന്ന് പറയുന്ന ആ ആളുകൾ തന്നെയാണ് ശരിക്കുള്ള അക്രമത്തിൻ്റെ ആളുകൾ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും അവർ വന്ന് പറയും. അതിങ്ങനെ പറഞ്ഞ് അവരണികളെ ഒക്കെ ഒന്ന് എന്താ പറയുക സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്ന സംഗതികളായിരിക്കാം. പിന്നെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞങ്ങൾ സമാധാന മതത്തിൻ്റെ ആളുകളാണ് എന്ന് നാഴേക്ക് 40 പ്രാവശ്യം ഉരുവിടുന്ന ഒരു മതത്തിലെ ആളുകൾ. ആ മതത്തിലെ ചില ആളുകളാണ് ലോകത്തുള്ള തീവ്രവാദത്തിൻ്റെ മൊത്തക്കച്ചവടക്കാർ. ഞങ്ങൾ സമാധാനത്തിൻ്റെ മതക്കാരാണെന്ന് പറയുന്ന മതത്തിലെ ചില ആളുകളാണ് ഭൂമിയിൽ ലോകത്തുള്ള ഈ തീവ്രവാദ ആക്രമണങ്ങളുടെ മൊത്തക്കച്ചവടക്കാർ. ആ മതത്തിൻ്റെ ആളുകൾ എവിടെയുണ്ടോ അവിടെ സമാധാനമില്ല. അവർ ആളുകളെ പച്ചയ്ക്ക് കഴുത്തറുത്ത് കൊല്ലുകയും അവയുടെ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്യും. ആ വീഡിയോയുടെ ചുവട്ടിലും കാണാം ഞങ്ങൾ സമാധാനത്തിൻ്റെ മതക്കാരാണ്. ലോകത്ത് മതങ്ങളുടെ പ്രതിച്ഛായ തകർത്തതിൻ്റെ 3/4 പങ്കും ഈ സമാധാന മതക്കാർ എന്ന് പറയുന്ന അവകാശവാദികളുടെയാണ്. അപ്പോൾ ഞങ്ങൾ അക്രമരാഷ്ട്രത്തിൻ്റെ ആളുകളല്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ ഉള്ള തമാശയാണ് ഞങ്ങൾ സമാധാന മതക്കാരാണ് എന്ന് ഈ മതക്കാർ പറയുന്നത്. അതായത് നേർവിപരീതമാണ്. അതുകൊണ്ട് എന്നിട്ട് പ്രസംഗിക്കും ഞങ്ങൾ സമാധാന മതക്കാരാണ്, ഞങ്ങൾ അക്രമരാഷ്ട്രത്തിൻ്റെ പാർട്ടിയല്ല. ഏത് പൊട്ടനോട് പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കില്ല. കാരണം യാഥാർത്ഥ്യം മറിച്ചാണ്. ഇതുപോലെ തന്നെയാണ് ഈ വിമത വൈദികരുടെ പ്രസംഗം കേട്ടപ്പോൾ ജനങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾക്ക് ജനങ്ങളിൽ താല്പര്യമില്ല, ഞങ്ങൾക്ക് അധികാരമാണ്, ശുദ്ധമായ അധികാരമാണ് താല്പര്യം. ഈ ജോർജ് ഓർവെലിൻ്റെ കഥാപാത്രം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ജനങ്ങളിൽ താല്പര്യമില്ല, ഞങ്ങൾക്ക് താല്പര്യം അധികാരമാണ്, ശുദ്ധമായ അധികാരം. അങ്ങനെ ഒബ്രിയൻ പറഞ്ഞു അത് കൂരിയാൽ അംഗങ്ങൾക്ക് ചേരുമെന്നാണ് ഈ വിമത വൈദികർ പറഞ്ഞത്. ആണോ? കൂരിയാൽ അംഗങ്ങൾക്കാണോ ചേരുക, അതോ ഈ നിൽപ്പ് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിമത വൈദികർക്കാണോ അത് ചേരുക? ജനങ്ങളോട് ഒരു അല്പമെങ്കിലും താല്പര്യം, ഒരല്പം കടുകുമണിക്ക് തുല്യം താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്കിങ്ങനെ കൂതാശകൾ മുടക്കിയും നിയമാനുസൃതമല്ലാത്ത കുർബാൻ പങ്കെടുക്കാൻ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും കഷ്ടപ്പെടുത്തുമായിരുന്നു. ഒരല്പം താല്പര്യം ജനങ്ങളോടുണ്ടായിരുന്നെങ്കിൽ. അധികാരമില്ലാത്ത ആള് വികാരിയായി അഭിനയിച്ച് കല്യാണക്കുറിയും മറ്റും കൊടുത്തിട്ട് ജനങ്ങളെ നട്ടം തിരിക്കുമായിരുന്നോ? ഒരല്പം താല്പര്യം അവരോടുണ്ടായിരുന്നെങ്കിൽ. സ്ഥലം മാറ്റിക്കൊണ്ടുള്ള 10 ഏന്തി കൊടുത്തിട്ടും ഇറങ്ങിപ്പോകാതെ അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കൂരിയായ അംഗങ്ങളാണോ അതോ വിമത വൈദികനാണോ അധികാര കസേരയിൽ തള്ളിപ്പിടിച്ചിരിക്കുന്നത്? ഒരു പള്ളിയിൽ രസമുണ്ടായില്ലോ, നിങ്ങൾ കേട്ട് കാണും. ജനങ്ങളുടെ അച്ചേട്ടൻ താല്പര്യമില്ലെന്ന് ബോധ്യപ്പെട്ട പോലീസും ജനങ്ങളും വന്ന് ഒരു വികാരിയെ സ്ഥലം മാറ്റം കൊടുത്തിട്ടും മാറിപ്പോകാത്ത വികാരിയെ ഓടിച്ചു വിട്ടു. അപ്പോഴും മുറി പൂട്ടി താക്കോല് എടുത്തുകൊണ്ട് പോയി അദ്ദേഹം എന്നാണ് ഞാൻ കേട്ടത്. അധികാരം കയ്യിലിരിക്കും, താക്കോലിന് പോകുമ്പോൾ ഒരു അധികാരം ഉണ്ടല്ലോ, അധികാരം കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാകണം ആ മുൻ വികാരി താക്കോലെടുത്തത്. മമ്മദിൻ്റെ കഥയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. മമ്മദിൻ്റെ വീട്ടിൽ കള്ളൻ കയറി. കള്ളൻ നിക്ഷേപങ്ങളൊക്കെ ഇരിക്കുന്ന പെട്ടിയുമായിട്ട് സ്ഥലം വിട്ടു, കട്ടുകൊണ്ട് പോയി. അപ്പോൾ മമ്മദ് കെട്ടിയോളോടും പിള്ളേരോടും പറയുക, അവൻ പെട്ടിക്കൊണ്ട് പോക്കോട്ടെ, ചാവി എൻ്റെ കയ്യിലല്ലേ, താക്കോൽ എൻ്റെ കയ്യിലല്ലേ. പള്ളിമുറി പൂട്ടി താക്കോലും കൊണ്ട് പോയിരിക്കുകയാണ്. താക്കോൽ എൻ്റെ കയ്യിലല്ലേ. ഈ വിമത വൈദികര് മരിക്കുമ്പോൾ കയ്യിൽ കാസും പേലാസിയോ കുരിശൊന്നും പിടിപ്പിക്കരുത്, ഈ താക്കോല് പിടിപ്പിക്കണം. കാരണം താക്കോലാണ് അവരുടെ ലക്ഷ്യം. അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അവരാണ്, അല്ലാതെ കൂരിയായ അംഗങ്ങളല്ല. അപ്പോൾ ഈ ജോർജ് ഓർവെലിൻ്റെ 1984 എന്നുള്ളത് ഇപ്പം നമുക്ക് പുതിയൊരു പേരിടാം, 2024 2024. വിമതർക്ക് ചേരുന്ന ആ വാചകമാണ് ഈ നോവലിലെ ഒബ്രിയ എന്ന കഥാപാത്രം പറയുന്നത്.
ഞങ്ങൾക്ക് താല്പര്യം അധികാരം മാത്രം. അധികാരം, ശുദ്ധമായ അധികാരം. ഞങ്ങൾക്ക് ജനങ്ങളെ താല്പര്യമില്ല. ഇത് പ്രവൃത്തി കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് വിമത വൈദികർ. വേറൊരു സാക്ഷ്യം വേണ്ട. അത്രമാത്രം തെളിവുകൾ അവർക്കെതിരെ സംസാരിക്കുന്നു. വീണ്ടും നിൽപ്പ് സമരത്തിലെ വൈദികൻ്റെ വാക്കുകളിലേക്ക്. ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുകയില്ല, നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ പുകയുന്ന തിരി കെടുത്തുകയുമില്ല. എറണാകുളം അങ്കമാലി അതിരൂപത വൈദികർ ഈ തിരി കെടുത്തുകയില്ല, ഞാങ്ങണ ഒടിക്കുകയില്ല, നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ നിൽപ്പ് സമരത്തിൽ. ഈ വിമത വൈദ്യർ ഉദ്ദേശിക്കുന്ന നീതി എന്താണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയും ചെയ്യാം. അവർ പറയുന്ന കാര്യം മാത്രം നടപ്പിലാക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം അധികാരികളാക്കുക. എന്ത് തോന്നിയാസവും പള്ളിയിലും കുർബാനയ്ക്കിടയിലും മെത്രാസന മന്ദിരത്തിലും ചെയ്യാൻ അനുവദിക്കുക. ഓരോരുത്തർക്കും അർഹമായത് കൊടുക്കുന്ന അടിസ്ഥാന തത്വം പോലും വിമത വൈദ്യരുടെ നീതി എന്ന വാക്കിലില്ല. ഒരു ജനറൽ നിർവചനം കൊടുക്കുന്നത് ഓരോരുത്തർക്കും അർഹമായത് കൊടുക്കുക, അതാണ് അടിസ്ഥാന തത്വം നീതിയുടെ. അതിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും ഈ വിമത വൈദ്യരുടെ നീതി എന്ന വാക്കിനകത്തില്ല. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനെതിരായി ആര് നിന്നാലും എന്തു വന്നാലും അത് അവർക്ക് അനീതിയാണ്. സഭയുടെ കാനണിലോ പോലും അനീതിയാണെന്ന് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാനണിലോ പോലും അനീതിയാണ് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു തീയതി ഒരു വർഷം തെറ്റിപ്പോയിട്ടുണ്ട്. 1917 1983 ഈ ലത്തീൻ സഭയുടെ കാനണിലോ പുതുക്കി വന്നത്. 1983. ഞാൻ 87 എന്നല്ല പറഞ്ഞത്, 83. ഏതോ ഒരാൾ എന്നെ തിരുത്തി കമൻ്റ് ഇട്ടായിരുന്നു, താങ്ക് യു. പിന്നെ 1990, അതായത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒപ്പുവെച്ച സഭാ നിയമം അനീതിയാണെന്ന് ഇവർ പറയണേ. അങ്ങനെ അനീതിയുള്ള ഒരു സഭാ നിയമമുള്ള കാനണിലുള്ള ഈ സഭയ്ക്കുള്ളിൽ എന്തിനാ നിങ്ങൾ നിൽക്കണേ? നിങ്ങൾ പുറത്തു പോയി നിങ്ങളുടെ നീതി അനുസരിച്ചുള്ള സ്വതന്ത്ര സഭയുണ്ടാക്കൂ. നിങ്ങൾ പുറത്തു പോയി, കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോയി, നിങ്ങൾക്ക് നീതി എന്ന് തോന്നുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കി ഒരു സ്വതന്ത്ര സഭയാകൂ. എന്തിനാണ് ഇവിടെ കഷ്ടപ്പെടുത്തണം ഞങ്ങളെ? കർത്താവിനെയും മാർപ്പാപ്പയെയും സഭയെയും മെത്രാന്മാരെയൊക്കെ അനുസരിക്കുന്ന ഞങ്ങളെ നിങ്ങളെന്തിന് കഷ്ടപ്പെടുത്തണം? നിങ്ങൾക്ക് കാനണിലെ തെറ്റാണ്, മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്, മെത്രാന്മാരും നുണയന്മാരാണ്, ജ്ഞാനികളില്ല മെത്രാന്മാരിൽ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ഞങ്ങളീ പാവപ്പെട്ട ബുദ്ധിമാന്യം വന്ന ഇല്ലേ കർത്താവും മാർപ്പാപ്പയ്ക്ക് അനുസരിക്കുന്ന അടിമകളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ജനമാണ് ഞങ്ങൾ. കർത്താവിനെ അനുസരിക്കുക, അത് അടിമത്തമായി ഞങ്ങൾ കണ്ടിട്ടില്ല. മാർപ്പാപ്പയെ അനുസരിക്കുക, അത് അടിമത്തമായി ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ സ്വതന്ത്ര മനസ്സിൽ നിന്നാണ് ഞങ്ങൾ അത് അനുസരിക്കുന്നത്. അങ്ങനെ അനുസരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഞങ്ങൾ സ്വതന്ത്രരാകുന്നത്. അങ്ങനെയാണ് കർത്താവും പഠിപ്പിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ പറയുന്നു കാനണിലോ പോലും അനീതിയാണ്. ഇന്നലെ നിങ്ങൾ പറഞ്ഞു ക്രിസ്തുവിൻ്റെ നിയമം ഞങ്ങൾക്ക് മതി. ഞാൻ 2 കാര്യങ്ങൾ കോട്ട് ചെയ്തിട്ടാണ്. ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ഞാൻ കോട്ട് ചെയ്തല്ലോ. നിങ്ങൾ ആരെങ്കിലും അതിന് മറുപടി പറഞ്ഞോ? നിങ്ങൾക്ക് മറുപടിയില്ല. വീണ്ടും ഈ അച്ഛൻ്റെ വാക്കുകളിലേക്ക്. ക്രിസ്മസ് പിറവിത്തിരുന്നാളാണ്. യേശു പലപ്പോഴും പറയുന്നത് വീണ്ടും പിറക്കുന്നതിനെക്കുറിച്ചാണ്. ഞങ്ങളിവിടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ വിളക്കുമായി ഒരു തിരി കത്തിച്ച് നിൽക്കുന്നുണ്ട് ഒരാൾ. ഇവിടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ പകൽ കത്തിച്ച് വിളക്കുമായി നടന്ന ഡയോജനസിനെ നിങ്ങൾക്ക് ഓർമ്മ വരും. പകൽ അദ്ദേഹം വിളക്ക് കത്തിച്ച് നടക്കുകയാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു മനുഷ്യനെ തേടി ഇറങ്ങിയതാണ്. അതായത് മനുഷ്യന്മാരില്ല, ഒക്കെ മൃഗങ്ങളെ പോലെ അക്രമം ചെയ്യുന്നവരായി. അപ്പം മനുഷ്യനുണ്ടോ എന്നറിയാൻ പ്രതീകാത്മകമായിട്ട് ഒരു വിളക്കും കത്തിച്ച് നടക്കുകയായിരുന്നു ഡയോജനസ്. ഞങ്ങളിവിടെ അന്വേഷിച്ച് നടക്കുന്നത് സ്നേഹമുള്ള യേശുവിൻ്റെ പ്രതിപുരുഷന്മാർ ആരെങ്കിലും ഈ കൂരിയായുടെ അകത്തുണ്ടോ എന്നറിയാനാണ് അതിന് ഈ വിളക്ക് കത്തിച്ച് പിടിക്കുന്നത്. അപ്പോൾ ഈ പ്രസംഗിക്കുന്ന അച്ഛൻ്റെ പുറകിൽ ഒരാൾ പകൽ ഒരു മെഴുകുതിരി കത്തിച്ച് പിടിച്ചിട്ട് ഒരു വിളക്ക് കത്തിച്ച് പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. അതായത് സ്നേഹമുള്ള ഏതെങ്കിലും ഒരു പ്രതിപുരുഷൻ, യേശുവിൻ്റെ പ്രതിപുരുഷൻ ഈ കൂരിയായുടെ അകത്തുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഈ പകൽ ഈ വിളക്ക് കത്തിച്ച് നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നു അത് വിളക്ക് കത്തിച്ച് ഒരാൾ നിൽക്കുന്നുണ്ട് അവിടെ. ഈ കൂരിയായുടെ അകത്ത് ഈ യേശുവിൻ്റെ സ്നേഹമുള്ള പ്രതിപുരുഷന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ വിളക്ക് കത്തിച്ച് നിൽക്കുന്നത്. അദ്ദേഹം തുടരാണ്, അകത്തില്ല എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾ പുറത്ത് നിൽക്കേണ്ടി വന്നത്. അപ്പോൾ അന്വേഷണം പൂർത്തിയായി കേട്ടോ. അകത്തില്ല, യേശുവിൻ്റെ സ്നേഹമുള്ള പ്രതിപുരുഷന്മാർ ആരും തന്നെ അകത്തില്ല, കൂരിയുടെ അകത്തില്ല എന്നവർക്ക് തീരുമാനമായി. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിൽക്കണേ.
അപ്പോൾ തിരികെ എടുത്തിക്കോട്ടെ. അന്വേഷിച്ച് നടക്കുന്നത് ഒന്നിലും കണ്ടെത്താൻ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയില്ലെന്ന് പറയുമ്പോഴും അന്വേഷണം നിർത്താം. യേശുവിൻ്റെ സ്വഭാവമുള്ളവർ അകത്തുണ്ടായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, ഈ വൈദികർക്ക്, അതായത് വിമത വൈദികർക്ക് ഇങ്ങനെ പുറത്തു നിൽക്കേണ്ടി വരില്ലായിരുന്നു. അതിനാൽ കൂരിയാലുള്ളവർക്ക് ഒരു വീണ്ടും പിറവി ആവശ്യമായി വന്നിരിക്കുന്നു. ഈ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു വീണ്ടും ജനനം ആവശ്യമായിരിക്കുന്നു. ഇവർക്കൊരു ജന്മം ആവശ്യമാണ്. ഇവർ വീണ്ടും പിറക്കണം. നിങ്ങൾ കുരിയാലംഗങ്ങൾ തിരിഞ്ഞിട്ട് പറയാം, നിങ്ങൾ വീണ്ടും പിറക്കണം. ഹേറോദസിൻ്റെ കൊട്ടാരം എന്ന് തന്നെ ഇതിനെ വിളിക്കാം, ഈ കുരിയായെ. ഇതിനകത്തിരിക്കുന്നവർ വീണ്ടും പിറക്കണം. ഇതിൽ പല കാര്യങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒന്ന്, ഈ കത്തിച്ച് വിളക്കുമായിട്ട് നിങ്ങളുടെ ഇടവകക്കാർ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. കർത്താവിനെയും സഭയെയും അനുസരിക്കുന്ന ഏതെങ്കിലും വൈദികനുണ്ടോ എന്നറിയാൻ. മനസ്സിലായോ? അൽമായർ കത്തിച്ച് വിളക്കുമായി പകൽ സമയത്ത് നിങ്ങളുടെ ഇടവക പള്ളിയിലും പള്ളിമേടയിലൊക്കെ വരുന്നുണ്ട്. എന്തിനെന്നറിയോ? കർത്താവിനെയും അവൻ്റെ സഭയെയും അനുസരിക്കുന്ന ഏതെങ്കിലും വൈദികനുണ്ടോ എന്നറിയാൻ. നിങ്ങൾ യേശുവിൻ്റെ പ്രതിപുരുഷന്മാരന്വേഷിച്ച് നടക്കാനുള്ള കൂരിയായിൽ ഇടവക ജനം നിങ്ങളുടെ ഓരോരുത്തരും പള്ളിമേടയിലാണ് കർത്താവിനെ സ്നേഹിക്കുന്ന മനുഷ്യനുണ്ടോ, ഇവിടെ വികാരിച്ചനുണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്നത്. അവർ കണ്ടിട്ടില്ല പലപ്പോഴും. 2, യേശുവിൻ്റെ സ്നേഹമുള്ളവർ കൂരിയായിലില്ല എന്ന് തന്നെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അന്വേഷണം പൂർത്തിയാക്കാമല്ലോ. അവിടെ ഇല്ലയെന്ന് തീർത്ത് പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ യേശുവിൻ്റെ സ്നേഹമുള്ളവർ അവിടെ അതിനകത്തില്ല. പിന്നെയും വിളക്ക് പിടിച്ചുകൊണ്ട്, ഇല്ലെന്ന് അറിഞ്ഞിട്ടും വിളക്ക് പിടിച്ചുകൊണ്ട് ഞങ്ങളവിടെ മനുഷ്യനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പറയുന്നില്ല. എന്താ ന്യായം? അപ്പോൾ വിളക്ക് കെടുത്തി അന്വേഷണം അവസാനിപ്പിച്ച് പോകാം. പിന്നെ വീണ്ടും പിറക്കണം. വീണ്ടും പിറക്കണം എന്നുള്ളത് അതൊരു പൊതുപ്രസംഗത്തിൽ പറയാൻ തെറ്റൊന്നും ഞാൻ പറയില്ല. പക്ഷെ എങ്കിലും കർത്താവ് പറഞ്ഞ വചനം പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം കൂടി ഒന്ന് പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനത് പറയാം. യേശു എന്താണ് പറഞ്ഞത് നിക്കോദമസിനോട്? യോഹന്നാൻ 3:3 യു ഹാവ് ടു ബി ബോൺ അനോഥൻ, അല്ലെങ്കിൽ വൺ ഹാസ് ടു ബി ബോൺ അനോഥൻ. അനോഥൻ എന്നുള്ളത് ഗ്രീക്ക് വാക്കാണ്. അതിന് 2 അർത്ഥമുണ്ട്. എഗെയിൻ എന്നർത്ഥമുണ്ട്, വീണ്ടും. എബവ് എന്നർത്ഥമുണ്ട്. എബവ് എന്ന് വെച്ചാൽ ഉന്നതം. നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ എന്ന് അർത്ഥം ഉണ്ടാകാം. നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നർത്ഥം വരാം. 2 തരത്തിലും വരാം. നിങ്ങൾ മുകളിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ എന്നർത്ഥം വരാം. നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നർത്ഥം വരാം. നിക്കോദമസ് വീണ്ടും എന്നർത്ഥമാണ് മനസ്സിലാക്കിയത്. അപ്പോൾ നിക്കോദമസ് പറഞ്ഞു, അത് വലിയ പ്രയാസമാവുമല്ലോ, ഞാൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും എനിക്ക് പറ്റുമോ? ചെറിയൊരു മന്ദഹാസത്തോടെ ആയിരിക്കണം യേശു പറഞ്ഞത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നിക്കോദമസേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ 3:5 പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാവിലും ജലത്തിലും. ആത്മാവിനുള്ള ഒരു പര്യായ പദമാണ് എബവ്, ഉന്നതമെന്ന് പറയുന്നത്. ഉന്നതമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനോട് മറ്റൊരു പ്രതീകമാണ്, ഒരു ആലങ്കാരിക ഭാഷയാണ്. അപ്പോൾ നീ മുകളിൽ നിന്ന് ജനിക്കണമെന്നാണ് പറഞ്ഞത്, വീണ്ടും ജനിക്കണമെന്നല്ല. വീണ്ടും ജനിക്കണമെന്ന് നിക്കോദമസ് തെറ്റിദ്ധരിച്ചതാണ്. നിക്കോദമസ് യേശു പറഞ്ഞ വാക്ക്, ആ വാക്കിന് അനോഥ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. അപ്പോൾ തെറ്റിദ്ധരിച്ചതെന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥമുണ്ട്, പക്ഷെ സന്ദർഭത്തിൽ മനസ്സിലാക്കിയില്ല. സന്ദർഭത്തിൽ വാക്കുകൾക്ക് അർത്ഥ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞത് ഉന്നതത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന് ജനിക്കണമെന്നാണ്, വീണ്ടും ജനിക്കണമെന്നല്ല. ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അവർ കത്തോലിക്കർ വീണ്ടും ജനിക്കണം പറഞ്ഞ് നടക്കുകയാണ്. വീണ്ടും ജനിക്കണമെന്ന് മനസ്സിലാക്കിയത് നിക്കോദമസ് ആണ്. യേശു അങ്ങനെയല്ല പറഞ്ഞത്. യേശു പറഞ്ഞത് ഉന്നതത്തിൽ നിന്ന് ജനിക്കണമെന്നാണ്, ആത്മാവിൽ നിന്ന് ജലത്തിൽ ജനിക്കണമെന്നാണ്. ആത്മാവിൽ നിന്ന് ജലത്തിൽ ജനിക്കണമെന്നാണ് യോഹന്നാൻ 3:5 പറഞ്ഞത്. ആത്മാവ് എന്നതുള്ള മറ്റൊരു പര്യായ പദമാണ് ഉന്നതം. മുകളിൽ നിന്ന് ജനിക്കണം, ഉന്നതത്തിൽ നിന്ന് ജനിക്കണമെന്നാണ് പറഞ്ഞത്. വീണ്ടും ജനിക്കുന്ന ഒരു പുനർജന്മമല്ല കർത്താവ് ഉദ്ദേശിച്ചത്. നിക്കോദമസ് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഈ വിമത വൈദികർക്കും ഇത് തന്നെയാണ് പ്രശ്നം. നിക്കോദമസിന് കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അദ്ദേഹം ഉന്നതത്തിൽ ജനിച്ചു. അങ്ങനെയാണ് കർത്താവിനെ സംസ്കരിക്കാൻ വേണ്ടി വരുന്നത്. ഉന്നതത്തിൽ ജനിച്ചു, വീണ്ടും ജനിക്കുകയല്ല ചെയ്തത്. ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ ജനിച്ചു. അങ്ങനെയാണ് കർത്താവിനെ അടക്കം ചെയ്യാനായിട്ട് വരുന്നത്. ഈ വിമത വൈദികർ ഉന്നതത്തിൽ നിന്ന് ജനിക്കേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ വിമത വൈദികർ മാത്രമല്ല, ഞാനുൾപ്പെടെ, ആ കൂരിയാലുള്ളവരുൾപ്പെടെ എല്ലാവരും തന്നെ പരിശുദ്ധാത്മാവിൽ നിന്ന്, ഉന്നതത്തിൽ നിന്ന് ജനിക്കേണ്ടവരാണ്. ഒരു സംശയവുമില്ല. പക്ഷെ ഇവരുദ്ദേശിക്കുന്നത് എന്താണ്? കൂരിയാലുള്ളവരുടെ വീണ്ടും പിറവി കാത്തിരിക്കുകയാണ്. കൂരിയാലുള്ളവർ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിക്കണം. അതുപോലെ തന്നെ വിമത വൈദികരും ജനിക്കണം.
ഈ വിമത വൈദികർ മുകളിൽ നിന്ന്, ഉന്നതത്തിൽ നിന്ന്, പരിശുദ്ധ റൂഹായിൽ നിന്ന് ജനിച്ചിരുന്നുവെങ്കിൽ ഇത്തരം സമരാഭാസങ്ങളുമായി ഇവിടെ വരുമായിരുന്നോ? അതുകൊണ്ട് നിക്കോദെമസ് തെറ്റിദ്ധാരണ തിരുത്താൻ തയ്യാറായി. വിമത വൈദികരും തെറ്റിദ്ധാരണ തിരുത്താൻ തയ്യാറാകണം. പ്രൊട്ടസ്റ്റന്റുകാരെ പോലെ, പെന്തക്കോസ്ത് ദൈവസഭക്കാരെ പോലെ, ബോൺ അഗൈൻ ക്രിസ്ത്യൻസിനെ പോലെ വിമതർ ഇപ്പോഴും നിക്കോദെമസിന്റെ തെറ്റിദ്ധാരണയിൽ നിൽക്കുകയാണ്. പുതുജന്മം എന്ന് പറയുന്നത് വീണ്ടും ജനനമല്ല, ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധ റൂഹായിൽ നിന്നുള്ള ജനനമാണ്. അത് വിമത വൈദികർക്ക് മനസ്സിലാകട്ടെ. ഈ കൂരിയായകയുടെ വീണ്ടും പിറവി കാത്തു നിന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ റൂഹായിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് അനുദിനം ജനിക്കാനായിട്ട് പരിശ്രമിക്കൂ. വീണ്ടും ഈ അച്ഛൻ്റെ വാക്കുകളിലേക്ക്, ഞങ്ങൾ പുറത്തു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ജ്ഞാനികളായതുകൊണ്ടാണ്. എന്തൊരു വലിയ വായില വർത്തമാനം പറയണേ. അത് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയും. ഹേറോദസിൻ്റെ കൊട്ടാരത്തിൽ കയറിപ്പോറിയ ജ്ഞാനികൾ പുറത്തിറങ്ങിയപ്പോഴാണ് നക്ഷത്രം കണ്ടത്. ആ നക്ഷത്രം അവരെ യേശുവിലേക്ക് നയിച്ചു, പുൽക്കൂട്ടിലേക്ക് നയിച്ചു. നിങ്ങൾ എന്താ പറയണമെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പൊതുവേദിയിൽ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആവേശം കൊണ്ട് പറഞ്ഞു പോകുന്നതാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. തൊട്ട് മുമ്പ് നിങ്ങൾ എന്താ പറഞ്ഞത്? യേശുവിൻ്റെ സ്വഭാവമുള്ളവർ അകത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പുറത്ത് നിൽക്കേണ്ടി വരുമായിരുന്നില്ല അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പോൾ പറയണു ജ്ഞാനികളായതുകൊണ്ടാണ് പുറത്ത് നിൽക്കുന്നതെന്ന്. യേശുവിൻ്റെ സ്വഭാവമുള്ളവർ അകത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പുറത്ത് നിൽക്കേണ്ടി വരില്ലായിരുന്നു. യേശുവിൻ്റെ സ്വഭാവമുള്ളവർ അകത്തില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പുറത്ത് നിൽക്കണമെന്നാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞേ. ഇപ്പോൾ പറയണു ജ്ഞാനികളായതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് നിൽക്കണേ. കാരണം ഹേറോദസിൻ്റെ കൊട്ടാരത്തിന് പുറത്തേക്ക് വന്നപ്പോഴാണ് ജ്ഞാനികൾക്ക് നക്ഷത്രം കാണാൻ കഴിഞ്ഞത്രേ. ഹേറോദസിൻ്റെ കൊട്ടാരത്തിൻ്റെ ഇല്ലേ അവിടേക്ക് നയിച്ച നക്ഷത്രം തന്നെയാണ്. അതൊക്കെ എല്ലാം പറയേണ്ട കാര്യമില്ല. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരം ഹേറോദസിൻ്റെ കൊട്ടാരമായിട്ടാണ് ഈ പ്രസംഗിച്ച എല്ലാവരും തന്നെ പറയണേ. അവിടെ യേശുവിൻ്റെ സ്വഭാവമുള്ള, യേശുവിൻ്റെ പ്രതിപുരുഷന്മാർ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു നിൽക്കേണ്ടി വന്നു എന്നാണ് നിങ്ങൾ മുമ്പ് പറഞ്ഞത്. ഇപ്പോൾ പറയണു ജ്ഞാനികളായതുകൊണ്ടാണ് പുറത്തു നിൽക്കണേന്ന്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, അതായത് കത്തോലിക്ക സഭ, സുറിയാനി കത്തോലിക്ക സഭയിലെ അംഗങ്ങൾക്ക് പറയാനുള്ളത്, സീറോ മലബാർ സഭ എന്ന് പറഞ്ഞ സുറിയാനി കൽദായ കത്തോലിക്ക സഭയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ജ്ഞാനികളായി തന്നെ തുടരൂ, ജ്ഞാനികളായി തന്നെ പുറത്ത് നിന്നോളൂ. അകത്ത് കയറി നിങ്ങളുടെ ജ്ഞാനം കളഞ്ഞു കുളിക്കണ്ട. നിങ്ങൾ സ്ഥിരമായും ജ്ഞാനികളായിരിക്കൂ. അതിനുവേണ്ടി സ്ഥിരമായി പുറത്ത് നിൽക്കൂ. എന്തിനാ ഞങ്ങളുടെ അകത്ത് ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്ന് വന്ന് നിങ്ങളുടെ ജ്ഞാനം വെറുതെ കളയണേ? നിങ്ങൾ ജ്ഞാനികളല്ലേ? നിങ്ങളുടെ ജ്ഞാനം എന്തിനാണ് വെറുതെ കളഞ്ഞു കുളിക്കണേ അകത്ത് വന്നിട്ട്? നിങ്ങൾ ജ്ഞാനികളായി പുറത്ത് നിൽക്കൂ, സ്ഥിരമായി പുറത്ത് നിൽക്കൂ. നിങ്ങൾക്കറിയാലോ ഇത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇവർ തരത്തിന് തരം വാക്ക് മാറ്റി പറയണമെന്ന് മനസ്സിലായോ? പണ്ടത്തെ പോലെ ഇപ്പം അരമനയുടെ ഉള്ളിൽ മെത്രാസന മന്ദിരത്തിൽ കയറി തോന്നിയാസം കാണിക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല. അതിൻ്റെ ചുരുക്കാണത്. അല്ലാതെ നിങ്ങൾ ഇവർ പറഞ്ഞ വാക്കൊന്നും വിശ്വസിക്കണ്ട. നുണ തന്നെ, അവരുടെ കാര്യം നേടാൻ വേണ്ടി പറയുന്ന നുണ മാത്രമാണിത്. വീണ്ടും അച്ഛൻ്റെ വാക്കുകളിലേക്ക്, ഈ കൊട്ടാരം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭവനമായിരുന്നു. കരിയിൽ പിതാവിൻ്റെ കാലത്ത് ഇവരുടെ ചൊൽപ്പടിയിൽ നിർത്താൻ കഴിഞ്ഞ കാലത്ത് എന്നും കൂടി നമ്മൾ വായിച്ചെടുക്കണം. ഈ കൊട്ടാരം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭവനമായിരുന്നു. എന്നാൽ ഹേറോദസിന് സ്വഭാവമുള്ളവർ അധികാരത്തിൽ വന്നത് മുതൽ ഇത് അധികാര പ്രമത്തതയുടെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും അഴിമതിയുടെയും അക്രമത്തിൻ്റെയും ഇടമായി. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭവനമായിരുന്ന ഈ അതിമെത്രാസന മന്ദിരം ഇപ്പം അധികാര പ്രമത്തതയുടെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും അഴിമതിയുടെയും അക്രമത്തിൻ്റെയും ഇടമായി. അദ്ദേഹം പറയാണ്, അതുകൊണ്ട് ജ്ഞാനമുള്ളവർ പുറത്തു നിൽക്കുന്നു. വീണ്ടും പറയാണ്, അകത്ത് കയറില്ല. കാരണം ഇത് ഹേറോദസിൻ്റെ കൊട്ടാരമാണ്. ഹേറോദസിൻ്റെ കൊട്ടാരത്തെ നവീകരിക്കുക, അതിനെ ശുദ്ധീകരിക്കുക എന്ന ഉത്തരവാദിത്തം കൂടി ഞങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവർ അകത്ത് കയറാൻ ശ്രമിക്കുന്നത്. അവിടെ ഒരു നവീകരണം കൊണ്ടുവരണം, ഒരു ശുദ്ധീകരണം കൊണ്ടുവരണം. ഓക്കെ. ഇനി എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, നിങ്ങൾ തന്നെ മറുപടി പറയൂ. ഇപ്പോൾ ഈ കൂരിയായുടെ ഉള്ളിലിരിക്കുന്നവരാണോ, അതോ ഇപ്പോൾ ഗേറ്റ് പുറത്ത് നിൽക്കുന്ന വിമത വൈദികരാണോ അക്രമത്തിൻ്റെ ആളുകൾ? ഈ കൂരിയായിലുള്ള അച്ഛന്മാരെ ആരെങ്കിലും അക്രമം ചെയ്യാൻ പോയെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഈ വിമത വൈദികരുടെ അക്രമം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലേ? വത്തിക്കാനിൽ നിന്ന് വരുന്ന പൗരത്വ സ്ത്രീസംഘത്തിൻ്റെ തലവൻ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുക, അവർക്കെതിരെ
മാർപ്പാപ്പയുടെ ഡെലഗറ്റിനെതിരെ കുപ്പിയേറിയ ആ ഡെലഗറ്റിൻ്റെ കയ്യിൽ കർത്താവ് ഇരിക്കുന്ന കാര്യം പോലും പരിഗണിക്കാതെ, വിശുദ്ധ കുർബാന ഇരിക്കുന്ന കാര്യം പോലും പരിഗണിക്കാതെ അപ്പോൾ കർത്താവിനെതിരെ ആക്രമണം നടത്തുക. കത്തീഡ്രൽ ബസിലേക്ക് ദേവാലയത്തിൽ അവിടുത്തെ വികാരിച്ചിൻ്റെ അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറി ആഭിചാര കുർബാന അർപ്പിച്ചുകൊണ്ടേയിരിക്കുക, കട്ടിൽ സമരം നടത്തുക, മെത്രാപ്പോലിത്തയുടെ കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക, സഭ ഇറക്കുന്ന എല്ലാ സർക്കുലറുകളും കത്തിക്കുക, അല്ലെങ്കിൽ ഡസ്റ്റ്ബിന്നിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിനകത്ത് നിക്ഷേപിക്കുക, ഇല്ലാത്തൊരു ഭൂമി കുംഭകോണ കേസ് ഉണ്ടാക്കിയെടുക്കുക, അത് സ്ഥാപിക്കാനായി വ്യാജരേഖ ചമയ്ക്കുക. ഇവയൊക്കെ ചെയ്തത് വിമതരല്ലേ? അക്രമത്തിൻ്റെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും ആളുകൾ അവരല്ലേ? അല്ലാതെ കൂരിയായിലിരിക്കുന്നവരാണോ? സഭയുടെ നിയമം നടപ്പാക്കാൻ ശ്രമിക്കുന്ന കൂരിയായ ആളുകളാണോ ഈ അക്രമത്തിൻ്റെ ആളുകൾ, അധികാര ദുർവിനിയോഗത്തിൻ്റെ ആളുകൾ? ഇതൊക്കെ ഈ വിമത വൈദികരല്ലേ? ഇതിനെല്ലാം നമ്മൾ സാക്ഷികളല്ലേ? ഇനി വേറെ എന്ത് തെളിവ് വേണം? വീണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. സിനഡിൽ ജ്ഞാനമുള്ള ഒരു മെത്രാനുമില്ല. അതിരൂപത്തിൽ അച്ഛന്മാരെ വെട്ടിമുറിക്കാനായി അവർ പരിശ്രമിക്കുകയാണ്. സ്വാഭാവികമായും ചെറുക്കുക എന്നത് ഈ ഒറ്റക്കെട്ടിൻ്റെ വൈദികരുടെ കൂട്ടായ്മയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെറുത്തിരിക്കും. നിങ്ങൾ ചോദിക്കും, സമാധാനത്തിന് ഈ ദിനത്തിൽ എന്തിനാണ് സമരം, എന്തിനു ഇവിടെ വരുന്നുവെന്ന്. ഞങ്ങൾ സമാധാനത്തിൻ്റെ രാജാവിൻ്റെ കൂടെ തന്നെയാണ്. ആ സമാധാനത്തിൻ്റെ രാജാവ് നീതിയുടെ രാജാവ് കൂടിയാണ്. അതുകൊണ്ടാണ് നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വട്ടോലി പറഞ്ഞതുപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിൻ്റെ പ്രശ്നമല്ല. കാതലായ പ്രശ്നം ഇതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നതാണ്. ആ രാഷ്ട്രീയം യേശുവിൻ്റെ രാഷ്ട്രീയമാണ്. ആ യേശുവിൻ്റെ രാഷ്ട്രീയം സ്നേഹത്തിൻ്റെയും നീതിയുടെയും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ അതിരൂപതയിലെ വൈദികർ തയ്യാറല്ലെന്ന് ഈ മെത്രാൻ സിനഡിനോടും ഇതിനകത്തിരിക്കുന്ന ഹെറോദസിൻ്റെ പ്രതിനിധികളോടും ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ കൈയടിക്കുന്നു കേട്ടോ. സിനഡിൽ ജ്ഞാനമുള്ള ഒരു മെത്രാൻ പോലും ഇല്ലത്രേ. കാരണം എങ്ങനെ ഉണ്ടാകാനാ? ജ്ഞാനികളൊക്കെ ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കാമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ജ്ഞാനികൾ ഞങ്ങൾ പുറത്തുവിടെയുണ്ട്, ഇവിടെ മെത്രന്മാരാരും ഇല്ല. അതുകൊണ്ട് മെത്രാൻ്റെ സിനഡിൽ ജ്ഞാനികളായിട്ടുള്ള ആരുമില്ലെന്നാണ് ഇവരുടെ കണ്ടുപിടുത്തം. അതിന് സിനഡിലെ മെത്രാന്മാർ മറുപടി പറയട്ടെ. ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഇതിലൊരു രാഷ്ട്രീയമുണ്ട് അദ്ദേഹം പറയാൻ. തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ അത് വിമതർ അവകാശപ്പെടുന്നത് പോലെ യേശുവിൻ്റെ രാഷ്ട്രീയമൊന്നുമല്ല, സ്നേഹത്തിൻ്റെയും നീതിയുടെയും രാഷ്ട്രീയമല്ല അത്. കർത്താവിൽ വിശ്വസിക്കാത്തവരായ, വിശുദ്ധ കുർബാനയെ ബഹുമാനിക്കാത്തവരായ, കർത്താവിനെയും കർത്താവിൻ്റെ വികാരിയായ മാർപ്പാപ്പയെയും അനുസരിക്കാത്തവരായ മാഫിയ സംഘത്തിൻ്റെ രാഷ്ട്രീയമാണ് ഈ വിമത വൈദികരുടെ രാഷ്ട്രീയം. അല്പം സ്നേഹം കർത്താവിനോടും കുർബാനയോടും സഭയോടും കർത്താവിന് ജനങ്ങളോടും ഉണ്ടായിരുന്നുവെങ്കിൽ വിമതർ ഇത്രമാത്രം അധപതിക്കുമായിരുന്നില്ല. സഭയുടെ ഔദ്യോഗിക നിയമമായ കാനണിലോ പോലും അനീതിയാണെന്നാണ് ഈ നിൽപ്പ് സമരത്തിൽ തുടർച്ചയായി നമ്മൾ കേട്ടത്. മാറി മാറി വന്ന വൈദികർ, ഈ നിൽപ്പ് സമരത്തിൽ പ്രസംഗിച്ചവരെല്ലാവരും സഭയുടെ ഔദ്യോഗിക നിയമമായ കാനണിലോ അനീതിയാണെന്നാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഈ കാനണിലോ ഞങ്ങൾക്ക് വേണ്ട, മെത്രാന്മാരെ തറവാട്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുദ്ദേശിക്കുന്ന നീതി എന്തായിരിക്കും? ഈ കാനണിലോ പോലും അനീതിയാണെങ്കിൽ ഇവരുദ്ദേശിക്കുന്ന നീതി എന്തായിരിക്കും? ഞാൻ ആവർത്തിക്കുന്നു, സ്വാർത്ഥതയിൽ നിന്നും ഭൗതിക മോഹങ്ങളിൽ നിന്നും ഉദിച്ചുയരുന്ന പരിധികളില്ലാത്ത തോന്യാസമാണ് ഇവർ ഉദ്ദേശിക്കുന്ന നീതി. സ്വാർത്ഥതയിൽ നിന്നും ഭൗതിക മോഹങ്ങളിൽ നിന്നും ഉദിക്കുന്ന പരിധികളില്ലാത്ത തോന്യാസം, അതാണ് ഇവർ ഉദ്ദേശിക്കുന്ന നീതി. അച്ഛൻ്റെ ആ പ്രസംഗത്തിലെ അവസാനത്തെ വാക്കുകൾ ഒന്നും പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കാം. നിങ്ങളുടെ ഈ കൊട്ടാരം, ഈ മെത്രാസന മന്ദിരം തകർന്നു വീഴും. മറിയം പറഞ്ഞതുപോലെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരെ അവൻ മറിച്ചിടും, ഈ എളിയവരെ അവൻ ഉയർത്തും. ഈ എളിയവരെന്ന് പറഞ്ഞിട്ട് വിമത വൈദികരിലേക്ക് അദ്ദേഹം കൈ ചൂണ്ടുന്നുണ്ട്. എളിയവരായി ഞങ്ങളെ ഉയർത്തുമെന്ന് പരിപൂർണമായ വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങൾ തകർന്നു വീഴുമെന്നും ഈ കൊട്ടാരം പോലെ ഇരിക്കുന്ന അതിമെത്രാസന മന്ദിരം തകർന്നു വീഴുമെന്നും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. മാത്രമല്ല, ആ ദിവസത്തിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ ഈ ഉപസംഹാര വാക്കുകൾ അച്ഛൻ്റെ ഇതിലൊരു തമാശയുണ്ട് കേട്ടോ. എളിയവരായ ഞങ്ങളെ എന്നാണ് വിമത വൈദികർ സ്വയം വിശേഷിപ്പിച്ചത്. എളിയവരായ ഞങ്ങൾ. ഇത് ഇക്കൊല്ലത്തെ ഏറ്റവും നല്ല ഹാസ്യത്തിനുള്ള അവാർഡ് കിട്ടേണ്ട ഒരു അവകാശവാദമാണ്. ഒരല്പം എളിമയുണ്ടായിരുന്നെങ്കിൽ സഭയുടെ ലിറ്റർജി ചൊല്ലുമായിരുന്നില്ലേ? ഒരല്പം എളിമയുണ്ടായിരുന്നെങ്കിൽ സഭയുടെ നിയമം അനുസരിക്കുമായിരുന്നില്ലേ?
ഒരല്പം എളിമയുണ്ടായിരുന്നെങ്കിൽ മാർപ്പാപ്പയുടെ ആഹ്വാനം ഉൾക്കൊള്ളുമായിരുന്നില്ലേ? ഒരല്പം എളിമയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ട കൂതാശ മുടക്കുമായിരുന്നു. എളിമയില്ലാത്തത് കൊണ്ടല്ലേ മാർപ്പാപ്പയെ പോലും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുള്ള നുണ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ഒരല്പമെങ്കിലും വിനയമോ സഭാസ്നേഹമുള്ള ഏതെങ്കിലും മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത്? പിന്നെ കൂരിയായിലെ തങ്ങളുടെ സഹവൈദികരുടെ തകർച്ച കാണാൻ കാത്തിരിക്കി. ആരാണ് വീഴുകയെന്ന് കർത്താവ് നിശ്ചയിക്കട്ടെ. കൂരിയ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ മെത്രാസന മന്ദിരം. അത് ഗംഭീരായി. എന്തിൻ്റെ പേരെങ്കിലും അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ശത്രുവെന്ന് അവർ കരുതുന്ന അവരുടെ സഹോദര വൈദികരെ തകർച്ചയാണെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിലും അതിനൊരു കാത്തിരിപ്പുണ്ട്, പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലെങ്കിലും ദൈവത്തെങ്കിലേക്ക് തിരിയുമല്ലോ. ഒരു കാരണവശാലും ദൈവത്തെങ്കിലേക്ക് തിരിയില്ലെന്ന് വാശി പിടിക്കുന്നവർ ഈ കൂരിയാങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയെങ്കിലും ദൈവത്തെങ്കിലേക്ക് തിരിയുമല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാം. എന്തിനാണ് ഞാൻ ഇക്കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നത്? 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിങ്ങൾ പറയുന്ന നുണ അത് നുണയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. ഇതിനു മുമ്പ് നിങ്ങൾ ഒരുപാട് നുണകൾ പറഞ്ഞിരുന്നു. ഞാനത് അറിഞ്ഞിരുന്നില്ല. ഞങ്ങളാരും അധികം അറിഞ്ഞിരുന്നില്ല. കാരണം മാർപ്പാപ്പയുടെ ഇടയലേഖനം നിങ്ങൾ വായിക്കില്ല, മെത്രാന്മാരുടെ ഇടയലേഖനം വായിക്കില്ല. അങ്ങനെ ജനങ്ങളെ അടിമകളാക്കി അന്ധകാരത്തിൽ നിർത്തുകയാണ് നിങ്ങൾ ചെയ്തത്. ജനങ്ങളെ അടിമകളാക്കി അന്ധകാരത്തിൽ നിർത്തി സഭയുടെ പ്രബോധനങ്ങളൊന്നും കൊടുക്കാതെ നിങ്ങളിങ്ങനെ നുണ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എൻട്രി ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതും അവർ പറയുന്നതും കേൾക്കൂ. വിമത വൈദികർ പറയുന്നതും കേൾക്കൂ, ഞാൻ പറയുന്നതും കേൾക്കൂ. എവിടെയാണ് സത്യമെന്ന് നിങ്ങൾ നിശ്ചയിക്കൂ ശ്രോതാക്കൾ. അതുകൊണ്ട് വിമത വൈദികർ പിന്നെയും പറഞ്ഞുണ്ടാക്കുന്ന നുണ അത് നുണയാണെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ, അതിരൂപതയിലെ കത്തോലിക്ക വിശ്വാസികൾ ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. അത് എന്നെ കർത്താവ് ഏൽപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. 1. 2, നിങ്ങൾ ഇനിയും ദുർവാശി കാണിച്ച് സഭയുടെ പുറത്ത് നിൽക്കാതെ വിമത വൈദികർ അനുസരണമുള്ളവരായി അകത്ത് വന്ന് ഈ സഭയുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒന്നാകണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഞാനല്ല നിങ്ങളുടെ ശത്രു. നിങ്ങളുടെ ശത്രു നിങ്ങൾ തന്നെയാണ്. ഞാൻ സഭയുടെ നിയമം പാലിക്കണം, സഭയുടെ ലിറ്റർജി ചൊല്ലണം, സഭയോട് ചേർന്ന് പോകണം എന്ന് നിങ്ങൾ ഉപദേശിക്കുന്നവനാണ്. ഞാനല്ല നിങ്ങളുടെ ശത്രു. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട്, ഞാനും മാനസാന്തരപ്പെടണം. നിങ്ങൾ പക്ഷെ മാനസാന്തരപ്പെട്ട് സഭയുടെ പുറത്ത് നിൽക്കാതെ, ഗേറ്റിന് പുറത്ത് നിൽക്കാതെ അനുസരണമുള്ളവരായി അകത്ത് വന്ന് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒന്നായി സഭ കൽപ്പിച്ചു നൽകുന്ന ലിറ്റർജി അനുഷ്ഠിച്ച് അങ്ങനെ സഭയ്ക്ക് യേശുവിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയമാണ്. അല്ലാതെ കക്ഷി രാഷ്ട്രീയവും ഭൗതിക സമ്പത്തിൻ്റെ രാഷ്ട്രീയമല്ല. ഇപ്പം ഞാൻ പറഞ്ഞ തരത്തിലുള്ളൊരു രാഷ്ട്രീയം കർത്താവിനുണ്ട്. ആ രാഷ്ട്രീയത്തിലേക്ക് വരണം. ഇപ്പോഴത്തെ നിങ്ങളുടെ ചീത്തയായ രാഷ്ട്രീയം ഉപേക്ഷിച്ച് നിങ്ങൾ അവകാശപ്പെടുന്ന ആ രാഷ്ട്രീയം തെറ്റാണ്. അത് വേണ്ടെന്ന് വെച്ചിട്ട് സഭയുടെ കൂട്ടായ്മയിലേക്ക് വന്നിട്ട് ഒരു സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം സഭയിലുണ്ട്. ആ സഭയിലെ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാനാണെന്ന് പറയാണ്. ഒരു അവകാശവാദം, നിങ്ങൾ വലിയ ജ്ഞാനികളാണെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഞാൻ അത്രയൊന്നും പറയുന്നില്ല. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ വൈദികനാണ് ഞാൻ എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കൈകൾ വിരിച്ചു പിടിച്ച് കൊന്ത ചൊല്ലുന്ന, എല്ലാ ദിവസവും കൊന്ത ചൊല്ലുന്ന ഒരു വൈദികനാണ്. എല്ലാ ദിവസവും കൈകൾ വിരിച്ചു പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി കൊന്ത ചൊല്ലുന്ന ഒരാളാണ് ഞാൻ. അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, നിങ്ങൾ ആരും വിട്ടു പോകരുത്, സഭയിൽ വിട്ടു പോകരുത്. പക്ഷേ സഭയ്ക്ക് ഉള്ളിൽ വരണമെങ്കിൽ നിങ്ങൾ സഭയുടെ ലിറ്റർജി ചൊല്ലണം, സഭയുടെ കാനൻ ലോ അനുസരിക്കണം. കർത്താവിനെയും മാർപ്പാപ്പയെയും മെത്രാന്മാരെയും ഇങ്ങനെ ഇകഴ്ത്തി സംസാരിക്കുന്ന രീതി അവസാനിപ്പിക്കണം. സഭയെ പരസ്യമായി ദുർബലപ്പെടുത്തുന്ന, ആക്ഷേപിക്കുന്ന, അധിക്ഷേപിക്കുന്ന ആ പരിപാടി നിങ്ങൾ നിർത്തലാക്കണം. അതിന് നിങ്ങൾക്ക് കൃപ കിട്ടാൻ വേണ്ടിയും, പിന്നെ എൻ്റെ ഇത് കേൾക്കുന്ന ആളുകളും കുറേ പേര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് അതിനൊരു ഒരു എന്താ പറയുക, ഒരു മാർഗനിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയുമാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾ സ്ഥിരമായി നുണകൾ ആവർത്തിക്കുന്നു. ആ നുണകളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾ കഴിഞ്ഞ കുറേ കൊല്ലം, ഈ 1-2 കൊല്ലം മുമ്പ് വരെയും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരത് വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ നുണയാണ് പറയുന്നതെന്നും നിങ്ങൾ അവരെ അടിമകളാക്കി വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരോട് സത്യം പറയേണ്ടതിൻ്റെ ചുമതലയാണ്. നിങ്ങൾ പറയുന്നത് അവർ കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നതും കേൾക്കട്ടെ.
എന്നിട്ട് അവർ നിശ്ചയിക്കട്ടെ, നിങ്ങളാണോ നുണ പറയുന്നത്, ഞാനാണോ നുണ പറയുന്നത്, നിങ്ങളാണോ സത്യം പറയുന്നത്, ഞാനാണോ സത്യം പറയുന്നത്, നിങ്ങളാണോ കർത്താവിൻ്റെ കൂടെ, ഞാനാണോ കർത്താവിൻ്റെ കൂടെ, നിങ്ങളാണോ സഭയുടെ കൂടെ, ഞാനാണോ സഭയുടെ കൂടെ. ഇതൊക്കെ അൽമായർ, എറണാകുളം അങ്കമാലി അതിരൂപത അൽമായർ സവിശേഷമായിട്ട് തീരുമാനിക്കട്ടെ. അതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. വൈദികരെ, എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് നിങ്ങൾ കാല് പിടിച്ച് പറയുകയാണ്. ഇതുപോലെ ഈ ഗേറ്റിന് പുറത്ത് സമരമൊന്നും ചെയ്ത് അങ്ങനെയൊന്നും അല്ല നമ്മുടെ സഭ. നിങ്ങൾ പറഞ്ഞ നീതി എന്ന് പറയുന്ന സംഗതി പോലും നിങ്ങൾക്ക് തെറ്റായ അർത്ഥത്തിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി അത് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇതല്ല സമരം ചെയ്യേണ്ട രീതികൾ. നിങ്ങളിത് ഈ കത്തോലിക്ക സഭയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ വർഷങ്ങൾ 10-62 കൊല്ലമായിട്ട് പാറേക്കൽ പിതാവ് നിങ്ങളെ ഒരു പ്രത്യേക ഒരു മോൾഡിൽ, ഒരു വാർപ്പ് മാതൃകയിൽ നിങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ സ്വഭാവമോ അതിൻ്റെ കരുത്തോ ചിലപ്പോൾ നിങ്ങൾക്കതറിവില്ല. അതുകൊണ്ട് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ സഭ അതിനെ സ്ഥാപിച്ചിരിക്കുന്നത് പാറപ്പുറത്താണ്. പാറയായ ദൈവം, മൂലക്കല്ലായ യേശു, പാറയ്ക്ക് രൂപാന്തരപ്പെടുത്തിയ പത്രോസ്, അങ്ങനെ ഒരു പാറപ്പുറത്ത് സ്ഥാപിച്ചിട്ട് കർത്താവ് പറഞ്ഞെന്തറിയോ, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. കാരണം എന്താണ്? നരകത്തിൻ്റെയും മരണത്തിൻ്റെ താക്കോല് കർത്താവിൻ്റെ കയ്യിലാണ്. വെളിപാട് 1:18. നരകത്തിൻ്റെ കവാടത്തിൻ്റെ താക്കോല് കർത്താവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ നരകത്തിൻ്റെയും സാത്താൻ്റെയും പിശാചിൻ്റെയും ആളുകളുമായിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ സഭയെ അനുസരിച്ച് സഭയുടെ ലിറ്റർജി ചൊല്ലി സഭയ്ക്കുള്ളിൽ നിന്ന് ഒരു വലിയൊരു ത്യാഗം നിങ്ങളുടെ വശത്തുണ്ട്. പക്ഷെ ആ ത്യാഗം കർത്താവിന് സമർപ്പിക്കാനുള്ള എളിമ, വിനയം നിങ്ങൾ കാണിക്കണം. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.